ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതാണ്. ഇവരതിലേക്കൊന്നും പോകണ്ട. നിങ്ങളത് ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതെ അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനം തുടരുകയല്ലേ ഇപ്പോൾ? ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ ഇതല്ലേ. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകും. ഇനി ഭരിക്കാൻ പോകുന്ന UDF എന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ തീരുമാനം. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. ആ പേടി ഓടിക്കണ്ട. അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തീരുമാനം വൈകൂലല്ലോ. അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങളെല്ലാ കാര്യങ്ങളും പിന്നീട് ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെടുത്തി. ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നേ മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശനാണോ ലീഗ് പിന്തുണക്കുന്നത്? അല്ല, ഇനി ചോദ്യങ്ങളില്ല.